ഹായ്, എനിക്കിന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ആ സന്തോഷം നിങ്ങളും അറിയണ്ടേ എന്താന്ന്. എനിക്ക് ഇന്നലെ തൊട്ടുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പുറത്തു നിന്നുള്ളൊരു കോളാണ്. പക്ഷേ എനിക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ വന്നത് തന്നെ വൈകിട്ടാണ്. എന്നാലും ഞാൻ ഇന്ന് രാവിലെ ആ കോൾ വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത് വെളുപ്പിനെ തന്നെ വന്നപ്പോൾ ഞാൻ ഓർത്തു പല പ്രാവശ്യമല്ല ഇതേ തന്നെ വിളിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് അമേരിക്കയിൽ നിന്നൊരു കോള് വന്നതാകട്ടോ. സത്യമായിട്ട് നിങ്ങളിത് തള്ളാന്നൊന്നും പറയരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാനഡയിൽ നിന്ന് വിളിച്ചെന്നും പറഞ്ഞ് നമ്പർ കാണിച്ചപ്പോൾ ഒത്തിരി പേര് വന്ന് എന്നോട് പറഞ്ഞു, ചേച്ചി എന്തിനാ ഇങ്ങനെ വിശ്വസിപ്പിക്കുന്നത്, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി, ചേച്ചി ആരെയും വിശ്വസിപ്പിക്കാൻ നിൽക്കണ്ടെന്ന്. എന്നാലും ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീഡിയോയാണ് അത്യപൂർവ നിമിഷം ഞാൻ ആ കാക്കേനെ രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഒരുപാട് പ്രിയപ്പെട്ട വീഡിയോയും ഒരുപാട് പേര് നെഞ്ചിലേറ്റിയതും ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടിയതായ വീഡിയോ നമ്മുടെ 12 വീഡിയോ. ഈ വീഡിയോ അമേരിക്കയിലിരുന്നുകൊണ്ട് ആ ഒരു ഫാമിലിയിലെ ഉള്ള 3 പേരും എഴുതി ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയ്ക്ക് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നെന്ന് പറഞ്ഞു. സത്യമായിട്ടും ഹൃദയത്തിൽ തൊട്ട് പറയാം, അവർക്ക് 21 ദിവസമായിട്ട് ഈ കാര്യം നടന്നില്ലായിരുന്നെന്ന് പറഞ്ഞു. അവർ വളരെ നിരാശയോടെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തു. അപ്പോൾ ഒന്നുകൂടെ എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ വീണ്ടും ഇവരെടുത്തൊന്ന് കണ്ടപ്പം അവർക്ക് മനസ്സിലായി 21 ദിവസം വരെ എഴുതിയിട്ട് കാര്യം നടന്നില്ലെങ്കിൽ 7 ദിവസത്തെ ക്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും എഴുതി തുടങ്ങാവുള്ളെന്ന്. അപ്പോൾ അവരുടെ 21 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും പ്രതീക്ഷിക്കാതെ ഇവരുടെ ഈ കാര്യം നടന്നെന്ന് പറഞ്ഞു. ഈ ഒരു സന്തോഷം എന്നോട് പറയാൻ വേണ്ടിയാണ് അവരെന്നെ ഇങ്ങനെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നത്. അവരൊരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ എന്നോട് അറിയിച്ചു. ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുക ചേച്ചി, ഞങ്ങൾ പെട്ടുപോയൊരു അവസ്ഥയിലായിരുന്നു, ജീവിക്കണോ മരിക്കണോ എന്നറിയത്തില്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആ കാര്യങ്ങളിപ്പം എനിക്ക് ഇത് വീഡിയോയിൽ പറയുന്നത് ശരിയല്ല, ഒരാളുടെ വ്യക്തിപരമായ കാര്യം എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആ കാര്യം പറയാത്തത്. ആ ഒരു സന്തോഷം അവരെന്നെ അറിയിച്ചിട്ടുണ്ട്. നാട്ടിലെപ്പോൾ വന്നാലും എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറമൂടാകട്ടോ അവരുടെ സ്ഥലം. വന്നു കഴിയുമ്പോൾ എപ്പോൾ വന്നാലും എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിലൊക്കെ വളരെ സന്തോഷം. ഇപ്പം എൻ്റെ എല്ലാ വീഡിയോസും അവർ കാണുന്നുണ്ട്. അവരൊരുപാട് പേർക്ക് അവിടെ ഇരുന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും അവർക്കിപ്പം ഞാൻ അവരെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 21 ദിവസം വരെ എഴുതിയിട്ട് നടക്കാത്തവരാണെങ്കിലും വീണ്ടും ഒരു 7 ദിവസത്തെ ക്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ എഴുതിക്കോ, നടന്നോടും. നമ്മുടെ കുറവശങ്ങളൊക്കെ നമ്മൾ നികത്തി എഴുതിക്കോ. അപ്പം ഞാൻ വീണ്ടും ഈ 12 എന്നുള്ള വീഡിയോ പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഈ ഒരു സന്തോഷം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. അമേരിക്കയിൽ വരെയും കാര്യം നടന്നത്. പിന്നെ ഞാൻ നിങ്ങളോടിപ്പം പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. വീട്ടിലിരുന്നായാലും അമ്പലത്തിൽ പോയാലും ഇല്ല പള്ളിയിൽ പോയാലും ഏത് പ്രാർത്ഥനാലയം കണ്ടാലും നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ. നമ്മളെന്താ എല്ലാവരും ചെയ്യുന്നത്, ഇങ്ങനെ അങ്ങ് അമ്പലത്തിൽ ചെന്നാലും പള്ളിയിൽ ചെന്നാലും ഒട്ടനെ എല്ലാവരും എന്താ ചെയ്യുന്നത്, അമ്പലത്തിൽ പോയാലും ഒട്ടനെ ആൾക്കാർ കൈകൂപ്പി കണ്ണടച്ചു. പള്ളിയിൽ ചെന്നാലും ഇത് തന്നെ, ഏത് പ്രാർത്ഥനാലയത്തിന് മുമ്പിൽ ചെന്നാലും ഞാൻ വളരെ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കണ്ണടച്ചങ്ങ് നിന്നങ്ങ് പ്രാർത്ഥിക്കും. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളോടോ അല്ലെ പുറത്തുള്ളവരോ നമ്മുടെ കുടുംബാംഗങ്ങളോടോ ആരോട് സംസാരിച്ചാലും നമ്മൾ കണ്ണടച്ചാണ് സംസാരിക്കുന്നത്, അല്ലല്ലോ. മുഖാമുഖം നോക്കിയാണ് നമ്മുടെ അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്നതല്ലേ, മുഖത്ത് നോക്കിയല്ല പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഈ ദേവാലയത്തിൽ പോയിട്ട് ഭഗവാന്റെ രൂപത്തിലോട്ട് നോക്കുമ്പോഴത്തേനും കണ്ണടച്ചിട്ട് ഇങ്ങനെ കാര്യം പറയുന്നത്? അപ്പം നിങ്ങൾക്ക് കള്ളത്തരം ഉണ്ടായിട്ടല്ലേ? ഭഗവാന്റെ നേരെ നോക്കി വേണം പറയാനായിട്ട്. കള്ളത്തരം ഉള്ളവർക്ക് ആ അടച്ചിരിക്കുന്നത്. നമുക്ക് പറയാനുള്ള കാര്യം ഭഗവാന്റെ മുഖത്തും നോക്കി സത്യസന്ധതയോടെ നമ്മുടെ ഭാഗത്തൊരു ശരിയുണ്ടാകണം. തെറ്റുകളും കുറവുകളും ഒക്കെ നമ്മൾ ആ ദേവാലയത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അങ്ങ് മാറ്റി വയ്ക്കണം. നമ്മുടെ മനസ്സിലെ കുശുമ്പ് കുന്നായ്മ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മനസ്സ് ക്ലിയറാക്കിയിട്ട് ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ണു തുറന്ന്, ഭഗവാനെ എനിക്ക് എൻ്റെ കാര്യം ഇന്നത് സാധിച്ചു തരണേ എന്ന് മുഖത്ത് നോക്കി വേണം പറയാനായിട്ട്. നമ്മൾ ഭഗവാനെ കാണാനാണ് ശ്രീകോവിലിൻ്റെ അകത്തോട്ട് ചെല്ലുന്നത്, അല്ലെങ്കിൽ ഏത് ദേവാലയത്തിൻ്റെ അകത്തോട്ട് വേണം. അല്ലാതെ ഭഗവാനെ കാണുമ്പോഴേ കണ്ണടച്ച് നിന്ന് വെച്ചിട്ട് കാര്യം പറയാനല്ല. ഈ കണ്ണടച്ച് നിന്ന് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്കത് ശുഭമായിട്ട് വരത്തില്ല, കാര്യം സാധിക്കാനും പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ തോഷിത്ത് 2 കൈയും ഇങ്ങനെ ഇറുക്കി പിടിക്കും. എന്നുവെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഇന്ന കാര്യം സാധിക്കണം, ഇന്ന കടമുണ്ട്, അല്ലെ നമ്മൾ കൊടുത്തേക്കുന്ന സ്വർണ്ണം അല്ല കാശ് തിരിച്ചു കിട്ടണം,
ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അറിവുള്ളവർക്കറിയാം. ഇങ്ങനെ കൈ അടച്ചു പിടിച്ച് നമ്മൾ യാചിക്കാനാണ് ചെല്ലുന്നത്. എന്ത് ചെയ്യണം? നമ്മൾ ഈ കൈ ഇച്ചിരി ഇങ്ങനെ അകത്തി പിടിച്ചിട്ട് ഈ വിരലിങ്ങനെ ഇങ്ങോട്ട് താന്നുള്ള രീതിക്ക് ഇതുകൊണ്ടോ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ ഈ വിരലുകൾ ഒരു ഇച്ചിരി ഒന്ന് മടക്കി വളരെ വിനയത്തോടു കൂടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അല്ലാതെ ഇറുകി വെച്ച കൈക്കകത്ത് ഭഗവാൻ എന്നേലും തരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമോ? ഇല്ല. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്കും ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന്. നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോട്ടെ, നമ്മൾ കണ്ണ് തുറന്നിരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും പറയും ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നമ്മളൊരു ദേവാലയത്തിൽ പോയി ഇരുന്നിട്ടല്ല, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ നമ്മൾ ആ വിഗ്രഹത്തിലോട്ട് നോക്കി വേണം ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ഏകാഗ്രതയായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വിഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശരിയാണ്, നമ്മളിങ്ങനെ കണ്ണടച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് ഏകാഗ്രതമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മുടെ വിഗ്രഹം കണ്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതോ കണ്ണടച്ച് കൈ ഇങ്ങനെ ഇറുക്കി അടച്ച് എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.